റോയൽ കൊച്ചിൻ മൊബൈൽസിന്റെ ആനിവേഴ്സറിയോടനുബന്ധിച്ച് എല്ലാ സ്മാർട്ട് ഫോണുകളും വമ്പിച്ച വിലക്കുറവിൽ തവണ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം. അതും 0 ഡൗൺ പേയ്മെന്റിൽ. കൂടെ നിരവധി സമ്മാനങ്ങൾ. നിങ്ങളുടെ കയ്യിലുള്ള പഴയ മൊബൈൽ കൊണ്ടുവരും, പുതിയ മൊബൈൽ സ്വന്തമാക്കൂ, അതും തവണ അവസ്ഥയിൽ. ആനിവേഴ്സറി ഗംഭീര ഓഫർ. മൊബൈൽ അക്സസറീസുകൾ വാങ്ങൂ, ബൈ 1 ഗെറ്റ് 1 ഓഫർ സ്വന്തമാക്കൂ. 250 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം. ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഡിസ്പ്ലേ മാറുന്ന എല്ലാ കസ്റ്റമറിനും ഒരു നെറ്റ് ബാൻഡ് തികച്ചും സൗജന്യം. നഗരസഭ 17ാം ഡിവിഷനിൽ പകൽ വീടിന്റെ ശിലാസ്ഥാപനം മേയർ എം അനിൽകുമാർ നിർവഹിച്ചു. കൊച്ചി നഗരസഭ പെരുമ്പടപ്പ് 17ാം ഡിവിഷനിൽ പകൽ വീടിന്റെ ശിലാസ്ഥാപന കർമ്മം മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. നമ്മളെല്ലാം ആയിട്ടല്ല, പക്ഷെ നമ്മുടെ ഒരു മനോഭാവം കണ്ട് അന്ന് ഓൺലൈൻ മീറ്റിങ്ങിന് അവസരം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ മുറിയിൽ തന്നെ ഇരുന്ന് ഈ ലോകാരോഗ്യ സംഘടനയുടെ പ്രധാനപ്പെട്ട എല്ലാവരുടെയും മുമ്പിൽ അതിൽ മേയർ എന്നുള്ള നിലയിൽ ഞാൻ മാത്രം ഇരുന്ന് പ്രസന്റ് ചെയ്തത്. പല നഗരങ്ങളുടെ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ദക്ഷിണേഷ്യയിൽ പട്ടം കിട്ടിയത്. അതിൻ്റെ അർത്ഥം വേറെ ഒന്നുമില്ല. അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ കുറേയധികം പ്രവർത്തനങ്ങളിലൂടെ ഇവരെ ചേർത്ത് നിർത്തും എന്നാണ്. പെരുമ്പടപ്പ് പൈ ജംഗ്ഷനിൽ നഗരസഭാ വകവസ്തുവിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ കൗൺസിലർ CN രഞ്ജിത്ത് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ മുഖ്യാതിഥിയായിരുന്നു. ഏറ്റവും സ്നേഹത്തോടെയുള്ള എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം 17ാം ഡിവിഷനിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ മാഷിന്റെ നേതൃത്വത്തിൽ നടന്നു കഴിഞ്ഞു. മേയർ സൂചിപ്പിച്ചതുപോലെ മാഷ് എല്ലാ സ്ഥലങ്ങളിലും ഓടി നടന്നു. മേയറിന്റെ അടുത്താണെങ്കിലും ഫൈനാൻസ് കമ്മിറ്റിയിലൊക്കെ മാഷ് ഫൈനാൻസ് കമ്മിറ്റി അംഗം കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഡിവിഷന്റെ വികസന പ്രവർത്തനം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CA ഷക്കീർ, VA ശ്രീജിത്ത്, കൗൺസിലർമാരായ അഡ്വക്കേറ്റ് PS ബിജു, ലൈലാദാസ്, ജിജ ടെൻസൺ, ഫാദർ ആന്റണി വലിയവീട്ടിൽ, സിസ്റ്റർ അഗസ്റ്റിനോ, PK ബാലസുബ്രഹ്മണ്യം, MR ആനന്ദൻ, PJ മാനുവൽ, ജസ്റ്റിൻ ചുരക്കളം, MS ശോഭിതൻ, KP മണിലാൽ, AM ഷെരീഫ്, NE അലക്സാണ്ടർ, അനിൽ ആനന്ദൻ, മാധുരി കുഞ്ഞുമോൻ, അരുൺകുമാർ എന്നിവർ പ്രസംഗിച്ചു. കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് നമുക്ക് വെള്ളക്കെട്ട് പരിഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാലിന്യത്തിൻ്റെ വിഷയം, എവിടെ നോക്കിയാലും മാലിന്യ കൂമ്പാരമായിരുന്ന ഡിവിഷന്റെ സ്ഥിതിയാകെ മാറി 90%. ആരോരുമില്ല, അവർക്ക് ആരുമില്ലാന്ന് തോന്നല. അവർക്കൊരു അത്താണിയാണ് ഈ പകൽ മന്ദിരം. കുട്ടികൾ സ്കൂളിൽ പോകുന്ന പോലെ വൃദ്ധന്മാരും വൃദ്ധജനങ്ങള് രാവിലെ ആണ് കുളിച്ചണിഞ്ഞൊരുങ്ങി പകൽ വീട്ടിലെത്തുന്നു. അവിടെ അതുപോലെ എത്തുന്ന ധാരാളം വൃദ്ധന്മാരുണ്ട്. അവർക്ക് എന്തെല്ലാം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. ന്യൂസ് ബ്യൂറോ, വള്ളൂർ.